Dear students, in previous classes, you already learned about how we can represent an integer fractions on number line. Similarly, how we can represent rational numbers on number line. This year, we are going to understand about how we can represent an irrational number on number line. For this purpose, first of all, we want to know about what is the definition or meaning of an irrational number. You already know, isn't it? What is an irrational number? A number which is not rational, then it is called irrational. Or we can say like this, a number is said to be an irrational if it cannot be written in the form a by b, where a and b are integers and b not equal to 0. ഒരു നമ്പറിനെ എ ബൈ ബി ഫോമിൽ എഴുതാൻ കഴിയാത്ത എ ബി എന്ന് പറയുന്നത് ഇന്റിജേഴ്സും ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആകുന്നു. അങ്ങനെ ആയാൽ അത് റാഷണൽ ആണ്. ആ ഫോമിൽ അല്ലെങ്കിൽ, എ ബൈ ബി എന്ന ഫോമിൽ അല്ലെങ്കിൽ, then we call it as an irrational number. Okay, you already know that there are infinitely many rational numbers. Now we are going to discuss about irrational number. It turns out that there are infinitely many irrational numbers too. Some examples are square root of 2, square root of 3, square root of 5, square root of 7, square root of 10, etc. etc. Okay, അതിൽ ചില എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ ഒരുപാട് ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അതിൽ കുറച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഒരു ഇറാഷണൽ നമ്പറിനെ എങ്ങനെ നമ്പർ ലൈനിൽ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇറാഷണൽ നമ്പർ അറിയണം. ആദ്യം ഫോർ എക്സാമ്പിൾ ലൊക്കേറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഓൺ ദ നമ്പർ ലൈൻ. സ്ക്വയർ റൂട്ട് ഓഫ് 2 നമ്മൾ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഒരു 1/2 മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ലൈനിൽ. സിമിലർലി the same way അതേപോലെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 2 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം നമ്പർ ലൈനിൽ. എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? അതിന് ആദ്യം കുട്ടികളുടെ മനസ്സിൽ എന്ത് വരണം? സ്ക്വയർ റൂട്ട് ഓഫ് 2യുടെ മീനിങ് ഉണ്ട്. അത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത്, അത് എങ്ങനെ കിട്ടി എന്നൊക്കെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. ഏതായാലും now consider the right angle triangle, the right angle triangle at this is the angle, right angle here, the right angle ഇവിടെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ഉണ്ടാവുക അല്ലെ. ഇവിടെ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ this vertex is O and this vertex is A and this vertex is B. ഓക്കെ, അപ്പോ OAB എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. In right angle triangle OAB, the length of OA equal to 1 units. Similarly, the length of OB, this length, I take this length as 1 unit. അപ്പോ OA എന്ന ലെങ്ത്തും OB എന്ന ലെങ്ത്തും ഇങ്ങനെയും പറയാ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ OA എന്ന സൈഡിന്റെ ലെങ്ത്തും OB എന്ന സൈഡിന്റെ ലെങ്ത്തും 1 യൂണിറ്റ് ആണ്. ആ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇപ്പൊ പറഞ്ഞത് എന്താ? ഇൻ ട്രയാംഗിൾ OAB, OA equal to 1 unit and OB equal to how much? 1 unit ആണ് അല്ലെ. അങ്ങനെ ആണെങ്കിൽ here we are going to find out what is the length of AB. ABയുടെ ലെങ്ത് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ആലോചിച്ച് നോക്ക്, മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ OAB, actually it is given that the two sides are given or two sides are known. One of the side is unknown, വേറൊരു സൈഡ് നമുക്ക് അറിയില്ല. അപ്പൊ രണ്ട് സൈഡ്സ് തന്നിട്ട് ഒരു സൈഡാണ് ക്വസ്റ്റ്യൻ എങ്കിൽ actually here in such a situation we use the Pythagoras theorem, isn't it? അതിനാണ് നമ്മൾ Pythagoras theorem നമ്മൾ പഠിച്ചത്. Now according to the Pythagoras theorem, what is Pythagoras theorem? Straight Pythagoras theorem. എന്താ Pythagoras theorem? Hypotenuse, square of the hypotenuse equal to sum of squares of other two sides. That means here the hypotenuse AB and the other sides OA and OB. So Pythagoras theorem is AB square equal to OA square plus OB square. ഇതാണ് നമ്മുടെ Pythagoras theorem.
അല്ലെ? നമുക്ക് ഇവിടെ എന്താ വേണ്ട ആക്ച്വലി? എ ബി എന്ന ഈ ലെങ്ത് നമുക്ക് വേണ്ടേ. അപ്പൊ എ ബി എന്ന ഈ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒ എ എന്ന ലെങ്ത് നമുക്ക് ഇവിടെ അറിയാലോ. ഹൗ മച്ച് ഒ എ? 1 യൂണിറ്റ്. സോ ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി. വാട്ട് ഇസ് ഒ ബി? ദിസ് ഇസ് ഓൾസോ 1 യൂണിറ്റ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒ എ 1 യൂണിറ്റ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് ഒ ബി 1 സ്ക്വയർ. ആക്ച്വലി 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് എങ്ങനെയാവും? എ ബി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പ് കിട്ടുക. We know that 1 square is 1 and this 1 square is also 1. So 1 plus 1 is what? 2. അല്ലെ? 1 plus 1 എന്ന് പറഞ്ഞാൽ എന്താ? 2. എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ ഈക്വൽ ടു 2. നമുക്ക് എന്താ വേണ്ടേ? എ ബി സ്ക്വയർ ആണോ കുട്ടികളെ വേണ്ടേ? അല്ല, നമുക്ക് വേണ്ടത് എ ബി ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ ഈക്വൽ ടുയുടെ റൈറ്റ് സൈഡ് പോകുമ്പോൾ ഇറ്റ് ബിക്കം സ്ക്വയർ റൂട്ട് എന്നാവും. അപ്പൊ എ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 2 യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് ഈ ലെങ്ത് എ ബി എന്ന ഈ ലെങ്ത് എത്രയാണ്? റൂട്ട് 2 യൂണിറ്റ്സ്. സ്ക്വയർ റൂട്ട് 2 യൂണിറ്റ്സ് എന്ന് കിട്ടി. അപ്പോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ അതിന്റെ ബേസും ഹൈറ്റും 1 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ പിന്നെ ലോങ്സ്റ്റ് സൈഡായ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് 2 ആണ് നമ്മൾ കണ്ടു. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് 2നെ നമ്മൾ ഒരു നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? ഓക്കെ, നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കുട്ടികളെ, സ്ക്വയർ റൂട്ട് 2, how we can represent square root 2 on a number line? നമ്പർ ലൈനിൽ സ്ക്വയർ റൂട്ട് 2 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് 2യുടെ മീനിങ് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് സ്ക്വയർ റൂട്ട് 2യുടെ മീനിങ് നമ്മൾ കണ്ടതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് അതിന്റെ ബേസ് 1 യൂണിറ്റ്, ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസും ആൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഹൈപ്പോട്ടനസ് എന്തായാലും ഇറ്റ് മസ്റ്റ് ബി സ്ക്വയർ റൂട്ട് 2. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 2 ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഒരു നമ്പർ ലൈനിൽ ആ ഒരു പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് ലെങ്ത് സ്ക്വയർ റൂട്ട് അതെങ്ങനെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം എന്നുൾപ്പെടെ നമുക്കൊന്ന് നോക്കാം. ഏതായാലും നമ്പർ ലൈൻ ആണല്ലോ, അപ്പൊ പിന്നെ നമ്മൾക്ക് ആദ്യം എന്ത് വരയ്ക്കണം? ഒരു നമ്പർ ലൈൻ നമുക്ക് ആദ്യം ഒരു കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സ്കെയില് യൂസ് ചെയ്തു. നമ്മുടെ സ്കെയിൽ ഇതാണ്. നിങ്ങളുടെ സ്കെയില് 15 സെന്റിമീറ്റർ ഉള്ള ഒരു സ്കെയിൽ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ സ്കെയിലിന്റെ ലെങ്ത് കുറച്ച് മാറ്റുകയാണ്. ഇപ്പോ നമ്മളുടെ സ്കെയില് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ലൈൻ we have to draw. We are going to draw a line like this. ഒരു ലൈൻ നമ്മൾ ഇവിടെ വരച്ചു. ഓക്കെ, ഒരു ലൈൻ നമ്മൾ ഇവിടെ വരച്ചു. Now എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക. ഈ ലൈനിനെ അതെങ്ങനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഈക്വലി കട്ട് ചെയ്യാം, പോയിന്റ്സ് മാർക്ക് ചെയ്ത്. ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെ, ഇത് 0 മുതൽക്ക് 1 വരെ ഒരു യൂണിറ്റ്, 1 മുതൽക്ക് 2 വരെ അടുത്ത യൂണിറ്റ്, 2 മുതൽക്ക് 3 വരെ അടുത്ത യൂണിറ്റ്, 3 to 4 നെക്സ്റ്റ് യൂണിറ്റ്, ആൻഡ് 4 to 5 നെക്സ്റ്റ് യൂണിറ്റ്, 5 to 6 നെക്സ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? പേരുകൾ നമ്മൾക്ക് വേണം ഇങ്ങനെ കൊടുക്കാം. ഇത് നമ്മളുടെ -2 and this is our -1, this is our 0, okay, 0, and this is our 1, this is our 2, and this is our 3, and this is our 4. okay, എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ നെക്സ്റ്റ് നമ്മളിത് ഒരു നമ്പർ ലൈൻ ആണ് എന്ന രീതിയിൽ നമ്മൾ ഇതിന് ജസ്റ്റ് ഒരു ആരോ മാർക്ക് നമ്മൾ ഇവിടെ ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ ഒരു ആരോ, അതേപോലെ തന്നെ ഇവിടെ ഒരു ആരോ, നമ്പർ ലൈൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ സ്കെയില് യൂസ് ചെയ്ത് 0 to 1 യൂണിറ്റ്, അതൊരു യൂണിറ്റ്,
അപ്പൊ അത് ബേസ് ആക്കിക്കൊണ്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. 0 to 1 യൂണിറ്റ് ബേസ് ആക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിന്റെ കളറ് മാറ്റുകയാണ്. 0 to 1 യൂണിറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്തെണ്ണം വെച്ചാല് ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ കിട്ടി അല്ലെ, 0 to 1 യൂണിറ്റ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് ആണിത്. ഇനി നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. എന്തിനാ? നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് 1 യൂണിറ്റ് കാണിക്കത്തക്ക രീതിയിൽ പ്രൊട്രാക്ടർ നമ്മൾ യൂസ് ചെയ്യണം. സ്കെയിലിനെ നമുക്ക് ഇവിടെ താഴോട്ട് കൊണ്ടുവരാം. പ്രൊട്രാക്ടർ യൂസ് ചെയ്യണം. നമ്മളുടെ പ്രൊട്രാക്ടർ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊട്രാക്ടർ. ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ 1ന്റെ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് പ്രൊട്രാക്ടർ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാ കറക്റ്റ് 90 ഡിഗ്രിയിൽ നമ്മൾ വെച്ചു. എന്നിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. 90 ഡിഗ്രി, ഈ ഒരു പോയിന്റ് 90 ഡിഗ്രി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പ്രൊട്രാക്ടർ മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റും ഈ 0 to 1 യൂണിറ്റ് ഉള്ള ഈ ലൈൻ സെഗ്മെന്റിന്റെ ഈ ഒരു എൻഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യണം. അതെങ്ങനെ ജോയിൻ ചെയ്യുക? നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. സിമ്പിൾ. ഓക്കെ, ഇവിടെ വെച്ചു. നമ്മുടെ സ്കെയില് ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടെ 1 യൂണിറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ ലൈൻ. ഒരു ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ? ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ ഇതുപോലെ വരച്ചു. ആഫ്റ്റർ ദിസ്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് നമ്മുടെ കോമ്പസ് ഉണ്ട് അല്ലെ, ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോമ്പസ് ഉണ്ട്. കോമ്പസ് വന്നു. ഈ കോമ്പസ് യൂസ് ചെയ്യണം. കോമ്പസിന്റെ ഈ ഒരു ലെങ്ത് എടുക്കണം. അതായത് കൃത്യമായിട്ട് കോമ്പസ് 0 to 1 യൂണിറ്റ് ഈ ഒരു മെഷർമെന്റ് കോമ്പസിൽ എടുക്കുക. അതെടുക്കാമല്ലോ, പെൻസിൽ മാർക്ക് ചെയ്ത് കണക്ട് ചെയ്ത് സ്കെയില് തെറ്റാതെ ഈ 1 യൂണിറ്റ് ലെങ്ത് എടുക്കുക. കാരണം ഇതേ യൂണിറ്റുള്ള ലെങ്ത് ആയിരിക്കണം നമുക്ക് ഓൾട്ടിറ്റ്യൂഡിൽ വരേണ്ടത്, ഹൈറ്റിൽ വരേണ്ടത്. അതുകൊണ്ട് അപ്പൊ പിന്നെ ബേസ്ഡ് ഈ ലെങ്ത് എടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ കോമ്പസിന്റെ ഈ പോയിന്ററിനെ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റിൽ വെക്കണം. എന്നിട്ട് ഒരു ആർക്ക് നമുക്ക് കട്ട് ചെയ്യണം അല്ലെ. ഇവിടെ വെച്ചു. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ വെക്കണം, അപ്പോഴേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു ലൈനിൽ. റെഡി? ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? അതിനുശേഷം എന്ത് ചെയ്യണം? അഗെയിൻ നമ്മൾ ഈ സ്കെയില് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടി? നമ്മൾ ഈ ആർക്ക് കട്ട് ചെയ്ത ഈ ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലോ അല്ലെ, ഈ ആർക്കും ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ഈ പോയിന്റും ഈ എൻഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ സ്കെയില് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. സീറോ ഇത് കൂടി വെച്ച ഒരു ലൈൻ ഞാനിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾക്ക് കിട്ടി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ സൗകര്യമായി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സൗകര്യങ്ങളായി. ഇപ്പൊ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഇവിടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ. ഇതിന്റെ ലെങ്ത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്. അപ്പൊ അക്കോർഡിംഗ് ടു ദ പൈത്തഗോറസ് തിയറം, നമ്മൾ പൈത്തഗോറസ് തിയറം കണ്ടതാണ്. അത് പ്രകാരം ഈ ഒരു ലെങ്ത്, ഈ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത്
ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 2 ആയിരിക്കും എന്ന് നമ്മൾക്ക് സംശയമില്ലാതെ നമുക്കറിയാലോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ റൂട്ട് 2 എന്നത് ഈ നമ്പർ ലൈനിൽ ഏത് പൊസിഷനിലാണ് വരിക, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് മാർക്ക് ചെയ്യാൻ ഒന്നുമില്ല. എന്റെ കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കണം. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണല്ലോ, അതായത് കോമ്പസ് ഈ ഹൈപ്പോട്ടനസിന്റെ എൻഡ് പോയിന്റുകളിൽ കോമ്പസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ കോമ്പസ് ഇങ്ങനെ ഫിക്സ് ചെയ്യാണ്. കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇതാ ഈ ലെങ്ത് ആണല്ലോ, ഞാൻ കോമ്പസ് വെച്ചിരിക്കുന്ന ഈ ലെങ്ത് ആണല്ലോ നമ്മൾ സ്ക്വയർ റൂട്ട് 2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെങ്ത് നിങ്ങൾ ഈ നമ്പർ ലൈനിൽ ഒരു കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടന്ന് ഇങ്ങനെ താഴോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്താൽ മതി. ഇതാ ഈ രീതിയിൽ ഒരു ആർക്ക് കട്ട് ചെയ്താൽ മതി. കണ്ടാ? ഈ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ആർക്ക് ഈ ലൈനിൽ ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടോട്ടൽ ഈ ലെങ്ത് ആണ്, ഇത്രയും ലെങ്ത് ആണ് എന്ത്? നമ്മളുടെ സ്ക്വയർ റൂട്ട് 2 എന്ന് പറയുന്ന ലെങ്ത്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് 2 നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇതേപോലെ നമുക്ക് സ്ക്വയർ റൂട്ട് 3 നമുക്ക് മാർക്ക് ചെയ്യാം. സ്ക്വയർ റൂട്ട് 3യുടെ മീനിങ് എന്തെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാം. സ്ക്വയർ റൂട്ട് 3യുടെ മീനിങ് എന്താണ്? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് അതേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സ്ക്വയർ റൂട്ട് 2 എങ്ങനെയാണോ പൈത്തഗോറസ് തിയറത്തിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അണ്ടർസ്റ്റുഡ് ചെയ്തത്, അതേ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്ക്വയർ റൂട്ട് 3 ആദ്യം ഒന്ന് മനസ്സിലാക്കാം. കുട്ടികളെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 നമ്പർ ലൈനിൽ എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് പഠിച്ചു അല്ലെ? നൗ വി ആർ ഗോയിങ് ടു ലൊക്കേറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക, എങ്ങനെ മാർക്ക് ചെയ്യുക എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ഒരു വീണ്ടും നൗ കൺസിഡർ ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അവിടെ കണ്ട ഹിയർ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി അല്ലെ? ഇവിടെ ഒരു ആംഗിൾ എത്രയാ? ഹൗ മച്ച് ദിസ് ആംഗിൾ? 90 ഡിഗ്രി ആണ്. സോ കോൾ ഇറ്റ് as this vertex. This vertex is B. Okay, and this vertex is O, and this vertex is D. Actually, what is BO? Here BO is, I take BO is square root 2 units. എന്താ കാരണം ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ? We want to locate square root 3 on the number line. Square root 3 നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ഈ ലെങ്ത്, അതായത് ബേസ് ഞാൻ സ്ക്വയർ റൂട്ട് 2 എടുത്തു. അപ്പൊ സ്ക്വയർ റൂട്ട് 3 മാർക്ക് ചെയ്യണമെങ്കിൽ സ്ക്വയർ റൂട്ട് 2 എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ റൂട്ട് 2 ആദ്യം ഞാൻ പറഞ്ഞേ. അത് മനസ്സിലാക്കിയ സ്ക്വയർ റൂട്ട് 3 എളുപ്പമാണ്. അപ്പൊ BO എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് 2 യൂണിറ്റ് ആണ്. ഇനി BD എത്രയാ? BD അത് 1 യൂണിറ്റ് ആണ്. അപ്പൊ പിന്നെ ഇൻ ട്രയാങ്കിൾ OBD, OB ഈക്വൽ ടു റൂട്ട് 2 യൂണിറ്റ്സ് ആൻഡ് DB ഈക്വൽ ടു 1 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ അഗൈൻ അക്കോർഡിംഗ് ടു ദ പൈത്തഗോറസ് തിയറം, ഓക്കെ, എന്താ പൈത്തഗോറസ് തിയറം ഇവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ആക്ച്വലി OD ആണ് നമുക്ക് വേണ്ടത്. OD ആണ് വേണ്ടത് അല്ലെ? അപ്പൊ OD സ്ക്വയർഡ് ഈക്വൽ ടു OB സ്ക്വയർഡ് പ്ലസ് BD സ്ക്വയർ നമുക്ക് പറഞ്ഞു കിട്ടും. ഇതല്ലേ പൈത്തഗോറസ് തിയറം? ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. OBക്ക് എത്രയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സ്ക്വയർ റൂട്ട് 2. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ OB സ്ക്വയർഡ്, അപ്പൊ സ്ക്വയർ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് BD എത്രയാ? 1 സ്ക്വയർ നമുക്ക് പറഞ്ഞ് ഈ രീതിയിലാണ് സ്റ്റെപ്പ് കിട്ടുക. ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മൾ ഇതാ ഈ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യണം. ഏത് സ്ക്വയർ റൂട്ട്? ഈ സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ആക്കുക. ക്യാൻസൽ ആക്കിയ ബാക്കി നമുക്ക് എന്തുണ്ടാവും? 2 മാത്രമേ ഉണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് OD സ്ക്വയർഡ് ഈക്വൽ ടു 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോ OD ഈക്വൽ ടു ഈ സ്ക്വയർ റൂട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടു റൈറ്റ് സൈഡ് പോകുമ്പോൾ എന്താവും? ഇറ്റ് ബിക്കം സ്ക്വയർ റൂട്ട്. അപ്പൊ OD ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 3 യൂണിറ്റ്സ് എന്ന് നമുക്ക് പറഞ്ഞു കിട്ടും. അപ്പോ OD അഥവാ ഈ ലെങ്ത് സ്ക്വയർ റൂട്ട് 3 യൂണിറ്റ് ആണ്, റൂട്ട് 3 യൂണിറ്റ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ റൂട്ട് 3യുടെ മീനിങ് നമ്മളിപ്പോ കണ്ടു. അപ്പൊ ഈ മീനിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അതായത് ഇതിന്റെ പിന്നെ ബേസ് ഇങ്ങനെയാണ്, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് 3നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ മാർക്ക് ചെയ്യാം? നമ്പർ ലൈനിൽ. അപ്പൊ നമ്പർ ലൈനിൽ സ്ക്വയർ റൂട്ട് 3 നിങ്ങൾ
അറിയണമെങ്കിൽ തീർച്ചയായിട്ടും സ്ക്വയർ റൂട്ട് 2 നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ സ്ക്വയർ റൂട്ട് 3 നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്ക്വയർ റൂട്ട് 3 എങ്ങനെ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സ്ക്വയർ റൂട്ട് 3 മനസ്സിലാക്കിയില്ലേ? ഇനി ആ സ്ക്വയർ റൂട്ട് 3 എങ്ങനെ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാം? സ്ക്വയർ റൂട്ട് 2 എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മൾ സ്ക്വയർ റൂട്ട് 3 നമ്മൾ പ്ലോട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദിസ് പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടറിന് ഇവിടെ നിങ്ങൾ വെക്കണം, കറക്റ്റ് 90 ഡിഗ്രിയിൽ വെക്കണം. ഇതൊന്ന് ചരിച്ചു പിടിക്കണം നമ്മൾ, കാരണം നമ്മള് പിന്നെ ബേസ് അല്ലെങ്കിൽ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ. അടുത്ത സ്ക്വയർ റൂട്ട് 3ക്ക് ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യണമല്ലോ. ആ ഹൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊട്രാക്ടറിനെ ഈ രീതിയിൽ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തത്. ഇതിന്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതാ 90 ഡിഗ്രി ഇവിടെ അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഇനി സ്കെയിൽ യൂസ് ചെയ്ത് ഈ ഒരു ലെങ്ത് നമുക്കൊന്ന് മെഷർ ചെയ്യണം, ജോയിൻ ചെയ്യണം. ഏത് ലെങ്ത്? ഈ പോയിന്റും എവിടെയാണോ പ്രൊട്രാക്ടർ 90 ഡിഗ്രി വെച്ചത് ആ പോയിന്റും കൂടി. ഇതും ഈ രീതിയിൽ നമ്മൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതിന്റെ കളർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് തിരിച്ചറിയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു ലൈൻ വരച്ചു. മനസ്സിലാവുന്നുണ്ടോ കുട്ടികൾക്ക്? എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ചെയ്ത് നമ്മളിപ്പോ ഇവിടെയാണ് നമ്മൾ 90 ഡിഗ്രി സ്ക്വയർ റൂട്ട് 2. അപ്പൊ റൂട്ട് 3 ഇവിടെയാണ് നമ്മൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരച്ച്. അപ്പോ ഇതിന്റെ ബേസ് 1 യൂണിറ്റ് ആവണം. എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നെ ബേസ് അല്ല, ഹൈറ്റ് 1 യൂണിറ്റ് ആവണം, ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ് ആവണം. അപ്പൊ ഇതല്ലേ നമ്മളുടെ ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്. അപ്പൊ ഈ മെഷർമെന്റ് എത്ര എന്ന് നമ്മൾ ഈ കോമ്പസ് യൂസ് ചെയ്ത് നമുക്കൊന്ന് മെഷർ ചെയ്യാം. കോമ്പസ് ഇവിടെ വെച്ചു. ഓക്കെ, മെഷർമെന്റ് എടുത്തു അല്ലെ. ഇനി എന്ത് ചെയ്യണം വെച്ചാല്, ഇതല്ലേ ഇത്രയും മെഷർമെന്റ് അല്ലേ. ഇനി ഈ മെഷർമെന്റ് കോമ്പസ് എടുത്ത് മാറ്റി ഈ 90 ഡിഗ്രിയിൽ വെക്കണം. എന്നിട്ട് കോമ്പസിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആർക്ക് കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം എൻ്റെ കുട്ടികള്? വീണ്ടും സ്ക്വയർ റൂട്ട് 2 ചെയ്ത പോലെ ഈ ആർക്കും ഈ 0 ഈ ലൈൻ സെഗ്മെന്റിന്റെ ഈ എൻഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഡിഫിക്കൽട്ടെന്നേ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഞാനിവിടെ സ്കെയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണു? ഒരു ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യാൻ. ഈ പോയിന്റും ആർക്കിടെ ഈ എൻഡ് പോയിന്റും ഈ 0യുടെ ഈ 1 യൂണിറ്റ് ലെങ്ത്തും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തു. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, അതിനുശേഷം കഴിഞ്ഞോ? നമ്മളുടെ ആയോ? ഇല്ല. ഇപ്പൊ നോക്കി, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി അല്ലെ. ഇതെത്രയാ? ഈ ബേസ് എത്രയാ? സ്ക്വയർ റൂട്ട് 2 ആണ് അല്ലെ. അതേപോലെ ഈ ഒരു ഹൈറ്റ് എത്രയാ? റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ 1 യൂണിറ്റ്. അപ്പൊ ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ പൈത്തഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്താൽ ദിസ് ഇസ് സ്ക്വയർ റൂട്ട് 2, ഇത് 1 ആണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു അതിന് മീനിങ് എന്ത് എന്ന്. അപ്പൊ പിന്നെ ഈ ഒരു ഹൈറ്റ്, അതായത് ഇതാണല്ലോ, ഇവിടെയാണ് 90 ഡിഗ്രി കിട്ടുക. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മളുടെ ഹൈപ്പോട്ടനസ്. അപ്പൊ ഈ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത് ആയിരിക്കും നമ്മളുടെ സ്ക്വയർ റൂട്ട് 3. അത് നമുക്ക് മനസ്സിലുണ്ട്. അപ്പൊ ഈ ലെങ്ത് ഈ നമ്പർ ലൈനിൽ എങ്ങനെ കാണിക്കുക? അപ്പൊ നമ്പർ ലൈനിൽ കാണിക്കാൻ ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് നമ്പർ ലൈനിൽ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രീതി വരുന്നവരെ ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ കോമ്പസിന്റെ പോയിന്റർ ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, എടുത്തു അല്ലെ. കറക്റ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഈ എൻഡ് പോയിന്റുകൾ തെറ്റിക്കാതെ നിങ്ങൾ വരയ്ക്കണം.
വെച്ചിട്ടുണ്ട്. ഈ ലെങ്ത് കണ്ട, ഈ ഒരു ലെങ്ത്, ഈ ലെങ്ത് എന്താണ്? ആ ലെങ്ത് ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട് 3. അത് ഈ നമ്പർ ലൈനിൽ എവിടെ വരും? അതാ ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി അത് കാണിക്കാൻ? ഇവിടെ നിന്ന് തുടങ്ങി, അതായത് ഈ പെൻസിൽ നമ്മൾ വെച്ചിരിക്കണില്ലേ, അത് ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ കോമൺ പോയിന്റ്, അവിടെ നിന്ന് തുടങ്ങി നമ്പർ ലൈനിന്റെ താഴോട്ട് ഇങ്ങനെ ഒരു ആർക്ക് നിങ്ങൾ കട്ട് ചെയ്താല്, നമ്പർ ലൈനിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്താല് കണ്ട, ദാ ഇവിടെയാണ്, കോമ്പസ് ഞാൻ മാറ്റി കാണിച്ചു തരാം, ഇവിടെയാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് 3. ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ കളറൊക്കെ ഡിഫറെന്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ സ്ക്വയർ റൂട്ട് 3 ഈ പോയിന്റ്, അതേപോലെ ഈ ഒരു പോയിന്റ്, ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ആർക്കും ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ സ്ക്വയർ റൂട്ട് 3യുടെ പൊസിഷൻ നമ്പർ ലൈനിൽ. അപ്പൊ ദിസ് ഇസ് വെരി സിമ്പിൾ അല്ലെ. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം.